നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിഷേധക്കാരെ കണ്ട് പേടിച്ചോടാൻ പിണറായി വിജയനല്ല, ഇത് ആരിഫ് ഖാൻ ആണെന്ന് മുഖ്യനും ട്രോള് വരുന്നു. ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നത് തുടരുമെന്ന് CPM പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയതോടെ ഗവർണറുടെ പൊതുപരിപാടികൾ പോലീസിന് വലിയ തലവേദനയാകുകയാണ്. SFIക്കാരെ ഗവർണർ വീണ്ടും ഗുണ്ടകളെന്ന് വിളിച്ചു. SFIയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. വരുന്നവർ ഗുണ്ടകളാണ്, ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ലെന്നും ആരിഫ് ഖാൻ പറഞ്ഞു. ഗവർണർ 2 ദിവസം താമസിക്കുന്നത് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിലാണ്. വഴിയിലും വേദികളിലും തന്നെ കനത്ത പോലീസ് കാവലുണ്ട്. 150-ലേറെ പോലീസുകാരെ ഗവർണറുടെ സുരക്ഷയ്ക്കായി വിനിയോഗിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം ശ്രീനാരായണ ഗുരു അനുസ്മരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാന പൊതുപരിപാടി. ഞായറാഴ്ച പാണക്കാട് സാദിഖലി തങ്ങളുടെ മകന്റെ വിവാഹ ചടങ്ങിലും ഗവർണർ പങ്കെടുക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയിലും ഗസ്റ്റ് ഹൌസിലും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രതിഷേധം എങ്ങനെയായിരിക്കുമെന്ന് SFI മലപ്പുറം ജില്ലാ ഘടകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പാർട്ടി സെക്രട്ടറി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗവർണറെ സർവകലാശാലകളിൽ കയറ്റില്ലെന്ന SFIയുടെ മുന്നറിയിപ്പിന് മറുപടി കൊടുക്കാനാണ് ഗവർണർ സർവകലാശാല ഗസ്റ്റ് ഹൌസ് തന്നെ താമസത്തിന് തെരഞ്ഞെടുത്തത്. കനത്ത സുരക്ഷ ഒരുക്കാൻ DGPക്ക് ഗവർണർ കത്ത് നൽകിയതോടെ SFI പ്രതിഷേധം തടയാൻ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. ചെകുത്താനും കടലിനും നടുക്കാണ് തങ്ങളെന്ന് പോലീസുകാർ അടക്കം പറയുന്നുണ്ട്. DGP നെട്ടോട്ടം തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും എല്ലാം പോലീസിന്റെ തലയിലിരിക്കും. തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ നടന്ന ആക്രമണം പോലീസ് ഒത്താശയോടെയാണെന്ന ആരോപണമുണ്ട്. കോഴിക്കോടും സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം പോലീസിന്റെ തലയിലാകും. ഗവർണറെ മുട്ടുകുത്തിക്കും എന്ന് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് CPM. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ SFIക്കാരെ ഇറക്കി വിട്ടിരിക്കുകയാണ്. കരിങ്കൊടി സമരം ഇനിയും തുടരുമെന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകാലത്തെ കാലാവധിയെ ഗവർണർക്ക് ആ പദവിയിലുള്ളൂ. ഈ കുറച്ചു ദിവസത്തിനകം എങ്ങനെയാണ് സംഘപരിവാറിന്റെ പ്രധാന പട്ടികയിലേക്ക് കടന്നു വരേണ്ടത് എന്ന കാര്യം ആലോചിച്ചതിന്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ നടപടികൾ. RSS സർസംഘചാലകിനെ നേരിട്ട് കാണാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഗവർണറുടെ മാനസിക നിലയെപ്പറ്റി ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനും കേരളത്തിനും എതിരായി നടത്തുന്ന പ്രചാരവേലകൾ ഒരു ഗവർണർക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടതാണ്. സംഘപരിവാർ വേദികളിലാണ് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കേരള സർക്കാർ രാഷ്ട്രീയമായി സർവകലാശാലകളിൽ ഇടപെടുന്നുവെന്ന് പറയുന്നത് ചാൻസലർ കൂടിയായ ഗവർണറാണ് എന്നത് ഗൗരവമുള്ളതാണ്. RSS സംഘപരിവാർ അജണ്ട ഔപചാരികമായി നടപ്പാക്കുന്ന നിലപാടാണ് ഗവർണർ സ്വീകരിക്കുന്നത്. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണറുടെ നാമനിർദ്ദേശം കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ പേരുകൾ കിട്ടിയത് എന്നതിനെപ്പറ്റി മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളോട് ഗവർണർ നടത്തിയ പരാമർശങ്ങൾ സാധാരണ പൗരന് പോലും യോജിച്ചതാണോ എന്ന സ്വയം പരിശോധനയ്ക്ക് തയ്യാറാകണം.